ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ സെലക്ടർ സ്ഥാനം അജിത് അഗാക്കറിന് നഷ്ടപ്പെടുമെന്നുള്ള രീതിയിൽ വാർത്തകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സത്യാവസ്ഥയെക്കുറിച്ച് തിരക്കി കഴിഞ്ഞപ്പോൾ, അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, തിരക്കാൻ ഞാൻ BCCI വിളിച്ചൊന്നും ചോദിച്ചൊന്നുമില്ല, സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞ കാര്യങ്ങളാണ്. എന്തായാലും അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം അജിത് അഗാക്കർ വന്നതിന് ശേഷമുള്ള ടീം സെലക്ഷൻ ഒക്കെ ഭയങ്കര മൊത്തത്തിൽ ഒരു ഷഫ്ലിംഗ് ആയിരുന്നു. അതായത് നല്ല സുഖമായിട്ട് ഒഴുകിപ്പോകുന്ന ഒരു പുഴ, അവിടെ മൊത്തം കുറെ മണ്ണും ചെളിയും വാരിയിടുന്നു. എന്നിട്ട് മൊത്തത്തിൽ കോളം കലക്കി വിടുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു ടീമില് ഒരു പ്ലെയർക്ക് പോലും സ്ഥിരമായിട്ടൊരു സാന്നിധ്യം ഇല്ല, നല്ലൊരു മാന്യമായിട്ടുള്ള ഒരു വിരമിക്കലില്ല. എന്തായിരുന്നല്ലേ അവസ്ഥ? ഏതായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ടു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ പുറത്തേക്കെന്ന് സൂചന. രോഹിത്തിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് BCCIയുമായി നിലനിൽക്കുന്ന തർക്കം പുറത്തേക്കുള്ള വഴിയൊരുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ സമീപകാല ഇന്ത്യൻ ടീം തെരഞ്ഞെടുപ്പിലും BCCIക്ക് അതൃപ്തിയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഖിലാഫ് അഹമ്മദ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഖിലാഫ്, നേരത്തെ തന്നെ ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു അദ്ദേഹം, ഇപ്പോൾ പുറത്തേക്കുള്ള വഴിയിലാണെന്ന് കരുതുന്നു. എന്താണ് വിവരങ്ങൾ? അർഷൻ, നമുക്കറിയാവുന്നത് പോലെ തന്നെ രോഹിത്തുമായി ബന്ധപ്പെട്ട, അതായത് രോഹിത് ശർമ്മ 2027 ഏകദിന ലോകകപ്പ് കളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ അജിത് അഗാർക്കർ പുറത്തേക്കെന്ന സൂചനകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 2027 ഏകദിന ലോകകപ്പിലേക്ക് രോഹിത് ശർമ്മയെ പരിഗണിക്കേണ്ടതില്ല എന്നായിരുന്നു അജിത് അഗാർക്കറിന്റെ വാദം. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയോടുകൂടി താരത്തോട് വിരമിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായിട്ടായിരുന്നു ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെ തന്നെയാണ് താരത്തിന്റെ അജിത് അഗാർക്കറുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന നീക്കത്തിലേക്ക് BCCI നീങ്ങുന്നതായി പുറത്തേക്ക് വരുന്ന. ഏകദേശം കുറച്ച് കാര്യങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. അതായത് രോഹിത് ശർമ്മയെ ചൊറിഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ BCCI ചൊടിപ്പിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് രോഹിത് ശർമ്മയ്ക്ക് ടീമിൽ സ്ഥാനമില്ലാതെ അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയുള്ള പുതിയ ടീം കോമ്പിനേഷനുകൾ പരീക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ടീമിനൊരു എന്താ പറയുന്നത്, നല്ല ഒരു കോമ്പിനേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഒരു പ്ലെയറിന് പോലും ഒരു ടീമിൽ ബാലൻസ് ചെയ്ത് കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നത്. അതായത് ഞാൻ വളരെ ഉദാഹരണമായിട്ടൊരു കാര്യം പറയാം, സഞ്ജു സാംസന്റെ കാര്യം പറയാം. എന്തുമാത്രം പ്രഷറാണ് ആ സഞ്ജുവിന് ടീമിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു കളിയൊന്നും മര്യാദയ്ക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർന്ന്, കളിച്ചാലോ ഒരു ഭയങ്കര വാനോളം പോഴ്ത്തും. പക്ഷെ ആ ഒരു ലോകകപ്പ് ഹീറോ എന്ന നിലയിൽ അദ്ദേഹം ഇപ്പൊ ടീമിലില്ല. ഇതുപോലെ തന്നെയാണ് ഒരുപാട് പ്ലേയേഴ്സ്. എന്നാൽ ഒന്നാം തരം ഒരു എക്സാമ്പിളോട് പറയാം, ഭുവനേശ്വർ കുമാർ എന്ന പ്ലെയർ എവിടെ ചെന്നു, എവിടെയാണ്? ഇപ്പോഴും നല്ല ഒന്നാന്തരം രീതിയിൽ കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ പോലെ ഒരു ബോളറെയൊക്കെ തഴയുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മുഹമ്മദ് ഷമി എന്ന് പറയുന്ന പ്ലെയർ എത്രയോ കാലമായിട്ട് പുറത്തു നിൽക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും സഞ്ജു സാംസണ് അവഗണന കിട്ടുന്നു. ഇതുപോലെ തന്നെ പുറത്തുള്ള ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനും കളിക്കാർക്കും അവഗണനകളുടെ ഒരു കൂമ്പാരമാണ് ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമി, അങ്ങനെ എത്രയോ പേരാണ് ഇതുപോലെ ടീമിന് സ്ഥാനമില്ലാതെ നിൽക്കുന്നത്. അതായത് ഒരു കാലത്ത് ടീമിൽ ഭയങ്കര അവിഭാജ്യ ഘടകമായിരുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഇന്ത്യൻ ടീമിൽ എനിക്ക് തോന്നുന്നത് നല്ല ഒരു വിരമിക്കൽ കിട്ടിയിരിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി എന്നിവർക്കാണ്. പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്നറിയത്തില്ല ഒരു വിരമിക്കലോ കാര്യങ്ങളോ ഒക്കെ. എല്ലാം ഒരു കൊഴിഞ്ഞുപോക്കായിരുന്നു. എവിടെയോ കുറച്ചു നാൾ ടീമിന് സ്ഥാനമില്ലാതാവുകയും പിന്നീട് പതുക്കെ വിരമിച്ചു എന്നൊരു വാർത്തയും കൂടെയാണ് കാണുന്നത്. അപ്പം ഈ ഇടയ്ക്ക് നമുക്കറിയാം അജിങ്ക്യ രഹാനെ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ടീമിൽ ഒരു അവിഭാജ്യ ഘടകമായിരുന്ന അജിങ്ക്യ രഹാനെ ടെസ്റ്റ് ടീമിലൊക്കെ എത്ര മനോഹരമായിട്ട് കളിച്ചിരുന്ന ആളാണ്. ചേതേശ്വർ പൂജാര എന്ന് പറയുന്ന പ്ലെയറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ എന്താ പറയുന്നത്, ഏറ് കൊണ്ട് എത്ര ഏറ് കൊണ്ടാലും അവിടെ പിടിച്ചിരിക്കുന്നത്. രാഹുൽ ദ്രാവിഡ് എന്ന് പറയുന്ന ഇന്ത്യൻ വൻമതിലിന് ശേഷം പിന്നീട് ഇന്ത്യ കണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ വൻമതിൽ എന്ന് പറയുന്ന രാഹുൽ ദ്രാവിഡിനോട് തന്നെ സാമ്യം വരുന്ന രീതിയിൽ നങ്കൂരമിട്ട് കളിക്കുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് കളിക്കുന്ന ഒരു പ്ലെയറായ ചേതേശ്വർ പൂജാരൊക്കെ എവിടെ പോയി? ആ പ്ലെയേഴ്സിനെയൊക്കെ ടീമിൽ എടുക്കുന്നേ ഇല്ല. പുതിയ കളിക്കാർക്ക് അവസരം നൽകുവാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും മാന്യമായിട്ടൊരു വിരമിക്കൽ പോലും കൊടുക്കാത്ത ഒരു ടീമൊന്നും ആലോചിച്ച് നോക്കി. നമ്മൾ ഓരോ കളിക്കാരെ കുറിച്ച് നമ്മൾ ആവേശപൂർവ്വം നമ്മൾ പറയാറുണ്ട്. ഓരോ കളിക്കാരുടെയും കളികൾ നമ്മൾ എടുത്ത് കാണും. വീണ്ടും ഒരു ഹൈലൈറ്റ്സ് വന്നാലും ഇരുന്ന് കണ്ണും വീഴ്ചിരുന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓരോ കളിക്കാരോടുള്ള ഒരു ഇഷ്ടമുണ്ട്.
ആ ഇഷ്ടപ്പെട്ട കളിക്കാർ ഏതോ ഒരു സമയത്ത് ഇന്ത്യൻ ടീമിൽ നിന്ന് നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ പിന്നീട് എപ്പോഴോ ഒരു പത്രക്കോളത്തിൽ, ചിലപ്പോൾ ഒരു ചെറിയ കോളത്തിലായിരിക്കും. ഇപ്പം നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം വിരമിച്ചു എന്നുള്ള വിവരം. അപ്പം എന്താ പറയുക, മാന്യമായിട്ടുള്ള ഒരു വിരമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിയാ, ഇവർ കളിച്ചിട്ടുണ്ട്, പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ കളികളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാണികളുണ്ട്. അവരെ ഇഷ്ടപ്പെടുന്ന ഓരോ കളിക്കാരെ ഇഷ്ടപ്പെടുന്ന അവരുടെ ഫാൻസ് ഉണ്ട്. അപ്പം ഈ മൺമറഞ്ഞു പോവാന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് എന്താ പറയുക, പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഇവരുടെ കളികൾ ഹൈലൈറ്റ്സ് കാണുമ്പോഴാണ്. സുരേഷ് റെയ്ന എന്ന് പറയുന്ന പ്ലെയർ പെട്ടെന്നൊരു വിരമിക്കലായിരുന്നു. സുരേഷ് റെയ്നയുടെ ഒക്കെ ഇടയ്ക്ക് മാച്ച് വരുമ്പോൾ ഇരുന്ന് നമ്മൾ അറിയാതെ കണ്ടുപോകും. കാരണം അത്രയ്ക്കും നല്ല ഇഷ്ടമാണ്. ഏതോ സമയത്ത് ടീമിൽ നിന്ന് പതുക്കെ പൊക്കോണ്ടിരിക്കുന്നു. രവീന്ദ്ര ജഡേജനൊക്കെ മര്യാദക്കൊരു വിരമിക്കൽ പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, നമ്മുടെ അശ്വിൻ, ഇവരൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കുന്ന തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ഇവരെയൊക്കെ നൈസായിട്ട് തട്ടുവാണ്. എത്രയോ നല്ല താങ്കളുടെ സേവനത്തിന്, ഇതുവരെയുള്ള സേവനത്തിന് നന്ദി എന്ന് പറഞ്ഞ് എന്താ പറയുക, നൈസായിട്ട് ചിലപ്പോൾ ഒരു ഫോൺ കോൾ കൂടെ അല്ലാതെയൊക്കെ ആയിട്ട് കളയാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ ടീമിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി ഇഷ്ടംപോലെ കളിക്കാർ നിൽപ്പുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, സ്ഥിരം കാണുന്ന ചില കളിക്കാരുണ്ട്. അവർ നല്ല ഫോമിൽ നിൽക്കുക, നല്ല ഒരു നിൽക്കുക. പരുക്കൊക്കെ വന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ടീമിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി ഭയങ്കര പാടാണ്. ഒന്നാമത് ഈ കോമ്പറ്റീഷൻ ഉണ്ട് അതിൻ്റെ കൂടെ. പക്ഷേ ഈ സെലക്ടറായ അജിത് അഗാർക്കർ ഒരു രീതിയിലും ഒരു ടീമിന് ഒരു സ്ഥിരമായിട്ട് കുറച്ച് പ്ലെയേഴ്സ്, അതായത് ഒരു ടീം കോമ്പിനേഷൻ പക്കയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിവോ കണയോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനെയൊക്കെ ടീമിലിട്ട്, പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മൾ ഈ പറയുന്ന പോലെ 2020 ലോകകപ്പ് അടിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ കൂടെ നടന്നു, നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ സമയം തോന്നി, എന്ത് തേങ്ങയാണ് ഈ ടീമിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്ത് രീതിയിൽ, എന്തിന്റെ മാനദണ്ഡത്തിലാണ് ഈ കളിക്കാരെയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഒരു സെറ്റ് ടീമിനെ എങ്ങനെയൊക്കെയോ നശിപ്പിച്ച് കുത്തി കുളം വരുത്തി ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും വെൽ ടാലന്റഡ് ആയിട്ടുള്ള നല്ല പ്ലേയേഴ്സ് ഇപ്പോഴും ഉണ്ട്, പുറത്ത് നിൽക്കുകയാണ്. ഒരു ടീമിനെ സെറ്റാക്കി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സംവിധാനം പറ്റുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് അജിത് അഗാർക്കർ എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിനെ, അല്ലെങ്കിൽ സെലക്ടറിനെ, പ്ലെയർ എന്ന് പറയുന്ന കാര്യമുണ്ട്. അജിത് അഗാർക്കർ നല്ല രീതിയിൽ എന്താ പറയുന്ന ഇന്ത്യക്കായിട്ട് കുറച്ച് എന്താ പറയുക നന്നായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട്, ആയ കാലത്ത് കുറച്ച് പന്തെറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ചില മോശം റെക്കോർഡുകളും ഉണ്ട്. ഇവിടെ കളിക്കാർ ഫോം ഔട്ട് ആകുമ്പോൾ അവരെ എടുത്ത് പെറുക്കിക്കളയുന്ന അജിത് അഗാർക്കറൊക്കെ അന്ന് 5, 6, 7 ഡക്ക് അടുപ്പിച്ചടിച്ചിട്ടും വീണ്ടും അവസരം കിട്ടി. അതുപോലെ തന്നെ ഫോമില്ല. ഇവരെ ആ സമയത്ത് കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും ഇന്ത്യൻ ടീമിന്റെ ഈ ഒരു സെലക്ടർ മാറിക്കഴിഞ്ഞാൽ ചിലപ്പം നന്നായി എന്ന് വരും. പിന്നെ ഈ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ രോഹിത് ശർമ്മേനെ ചൊറിഞ്ഞതാണ് ഇതിന്റെ പ്രശ്നം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രോഹിത് ശർമ്മ മാത്രമല്ല, വിരാട് കോഹ്ലി ആണെങ്കിലും പല സമയത്തും ടീമിലില്ല. എന്താ പറയുക, പിന്നെ അവരെ സംബന്ധിച്ച് വിരാട് കോഹ്ലിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഫുള്ളി ഫിറ്റ് ആണ് കളിക്കാൻ. എത്ര നേരം ടെസ്റ്റൊക്കെ നന്നായിട്ട് എന്താ പറയുന്നത് ആ ഒരു പ്രായത്തിലും കളിക്കാൻ വേണ്ടി അവരുടെ ശരീരമൊക്കെ അതുപോലെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സെലക്ടർ മാറുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. നമ്മൾ പറയത്തില്ലേ, സാധാരണ ഒരുത്തം വീണെന്ന് കേൾക്കുമ്പോൾ സാധാരണ സങ്കടം വരും. പക്ഷെ ഒരുത്തം വീണു, അവൻ വീണോ, സന്തോഷമായി എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ പണ്ടാരം പിടിച്ച അജിത് അഗാർക്കർ എങ്ങനെയും ടീമിൽ നിന്ന് പുറത്തു പോയാൽ മതി എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം, ക്രിക്കറ്റ് കാണൽ പോലും ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ച് എന്നെ പോലെ തന്നെ ഒരുപാട് പേരുണ്ട് ക്രിക്കറ്റ് കാണാനായിട്ടുള്ള താല്പര്യം അങ്ങോട്ട് പോകാം. പക്ഷെ ക്രിക്കറ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ട്, ക്രിക്കറ്റിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. എത്ര നല്ല കളികൾ നമ്മൾ കണ്ടു വളർന്നാണ്. ഇന്ത്യൻ ടീം ക്രിക്കറ്റ് കാണാൻ പഠിപ്പിച്ച ക്രിക്കറ്റിന്റെ തന്നെ ദൈവം എന്ന് പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കർ, പണ്ടത്തെ ആ ഒരു കോംബോ സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, വീരേന്ദർ സേവാഗ്, VVS ലക്ഷ്മൺ, യുവരാജ് സിംഗ്, മുഹമ്മദ് കൈഫ്, എന്തൊക്കെയായിരുന്നു, അടിപൊളി ടീമല്ലായിരുന്നോ, ഒരു സെറ്റ് ടീമല്ലായിരുന്നോ? അതൊക്കെ കഴിഞ്ഞ് ആ കാലഘട്ടം കഴിഞ്ഞ് അടുത്ത ആളുകൾ വന്നു. ശരിയാണ്, ആളുകൾ വന്നു. അപ്പം ഞാൻ പറയാം, VVS ലക്ഷ്മണന്റെ ഒക്കെ പഴയ മാച്ചുകൾ, ടെസ്റ്റൊക്കെ കണ്ട് നമ്മൾ ഇപ്പോഴും കണ്ടിരിക്കുന്ന കളികളുണ്ട്. അതുപോലെ നല്ല കൈക്കുഴ കൊണ്ട് അമ്മാനമാടുന്ന പ്ലെയർ എന്നൊക്കെയുള്ള ഖ്യാതിയൊക്കെയുള്ള പ്ലെയറാണ് VVS ലക്ഷ്മൺ.
വീരേന്ദർ സെഹ്വാഗിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. വരിക, അടിക്കുക. എത്രയോ പേർക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ മാസ്മരിക ഇന്നിങ്സുകളൊക്കെ. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ക്ലാസ് അല്ലായിരുന്നോ? ക്ലാസ്. അങ്ങനെ എത്ര നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഏതോ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ പൊഴിഞ്ഞു പോയി എന്ന് പറയാം. ശരിയാണ്, പ്രായമായതിനു ശേഷം അവരൊക്കെ അങ്ങ് പയ്യെ സച്ചിന് വിരമിക്കൽ കിട്ടി, എനിക്ക് തോന്നുന്നു രാഹുൽ ദ്രാവിഡിന് വിരമിക്കൽ കിട്ടി. പിന്നീട് ആർക്കാണ് എന്താ പറയാ, അനിൽ കുംബ്ലെ, അങ്ങനെ കുറച്ചു പേർക്കൊക്കെ ഉള്ളു വിരമിക്കൽ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെയോ പോയി തീർന്നു. കുറെ നാളുകളായിട്ട് ടീമിലില്ല. എനിക്ക് ഏറ്റവും വിഷമം വരുന്ന കാര്യം ഭുവനേശ്വർ കുമാർ എന്ന് പറയുന്ന ഇന്ത്യൻ പേസ് ബൗളിങ്ങിലെ ഒരു രാജകുമാരൻ നിന്ന് തന്നെ പറയാം. ഇടത്തോട്ടോ വലത്തോട്ടോ ഇൻസ്വിങ്ങോ ഔട്ട് സ്വിങ്ങോ ഒക്കെ എറിഞ്ഞ് നശിപ്പിച്ച് കളയുമായിരുന്നു ബാറ്റ്സ്മാൻമാരെ. അതോ പാവം പയ്യെ ഒരു പാവത്താൻ അവിടുന്ന് പന്തുമായിട്ട് വരുന്നു, അതുകൊണ്ട് എറിഞ്ഞ അത്ഭുതങ്ങൾ കാണിക്കുന്നു. അധികം വലിച്ച് വാരി കുത്തി എറിയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ഈ വിരളയിലുള്ള പരിപാടി, അല്ലെങ്കിൽ ഈ കൈക്കുഴ കൊണ്ട് തന്നെ മാന്ത്രികത കാണിച്ചിരുന്ന ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമിയൊക്കെ എവിടെയാണ്? ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗെയിം എന്നതിന് ഉപരി അത് ആസ്വദിച്ച് കാണുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ക്രിക്കറ്റിന്റെ ഫോർമാറ്റുകൾ തമ്മിൽ മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന്റെ ക്ലാസിക് ഷോട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പണ്ട് ക്രിക്കറ്റ് കാണുന്ന സമയത്ത് നമ്മൾ ഓർക്കുന്നുണ്ട്, എന്താ പറയാ, ഇപ്പം ചറവറ സിക്സും കാര്യങ്ങളെല്ലാം. പണ്ട് അങ്ങനെയല്ല. കുറേ 1 റൺ ഓടും, 2 ഡബിൾ ഓടും, ട്രിപ്പിൾ ഓടും, 4 പോകും, പിന്നെ ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു 6 പോകും. അതൊക്കെയായിരുന്നു അവസ്ഥ. അതിൽ നിന്ന് സംഗതി കുറച്ച് സ്പീഡായി. ആ ക്ലാസിക് ഷോട്ടുകളൊക്കെ അങ്ങ് മാറി. ഇപ്പം കുറച്ച് പവർ ഹിറ്റിംഗ് പരിപാടികളൊക്കെ വന്നു. സംഗതി രസമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ക്രിക്കറ്റ് കളി കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എന്താ പറയുക, അതിന്റെ സൗന്ദര്യം എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ടോ, കൂടുതൽ ബിസിനസ്സിലേക്ക് പോകുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു വന്നു. എന്തായാലും അജിത് അഗാക്കറിൽ നിന്ന് തുടങ്ങി കുറെ കഥകൾ ഇങ്ങനെ പറഞ്ഞു വന്നു. പക്ഷെ അഗാക്കർ എന്ന് പറയുന്ന ആ ഒരു സെലക്ടർ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഒരു വല്ലാത്ത ഒരു ചില പുള്ളിയുടേതായ ചില കളിക്കാരെയൊക്കെ ഒഴിവാക്കുമ്പോൾ പറയുന്ന സിദ്ധാന്തങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. അതൊക്കെയാണ് അവസ്ഥ. എന്തായാലും അജിത് അഗാക്കർ പുറത്തേക്ക് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. തലയ്ക്ക് മൂളയുള്ള ഏതെങ്കിലും ഒരാൾ, അത്യാവശ്യം കളിക്കാരെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരാൾ വന്നിരിക്കട്ടെ. ഒരു ബിസിനസ്, സ്വന്തം താല്പര്യം എന്നിവ മാറ്റി നിർത്തി മൊത്തത്തിൽ എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ നല്ലൊരു, നമ്മളാരും അല്ല, ആ ഒരു ചീഫ് സെലക്ടേഴ്സ് അല്ല ടീമിന്റെ സെലക്ടേഴ്സ് കൂടി ആലോചിച്ച് ക്യാപ്റ്റനും കോച്ചും സെലക്ടറും ഇരിക്കണം. അവർക്ക് പറ്റുന്ന രീതിയിൽ, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ടീം റെഡി ആകട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരു കംഫർട്ടബിൾ സോണിൽ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും ടീമിന് കൂടുതൽ വിജയങ്ങൾ നേടാൻ സാധിക്കുമല്ലോ. അപ്പം ഇന്ത്യൻ ടീമിന്റെ പരാജയങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ഈ കോമ്പിനേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ഈ ടീമിന്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നത്. അപ്പം നല്ലൊരു ടീം സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് ഒരു ബാലൻസ്ഡ് ടീമാവും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ വിജയങ്ങൾ വരും, നമുക്ക് കൂടുതൽ ക്രിക്കറ്റ് കാണാനുള്ള തോന്നൽ വരും. അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്ന ചില ആശയങ്ങളാണ്. അജിത് അഗാക്കർ എന്ന് പറയുന്ന നമ്മുടെ മുൻ താരം, മുൻ പ്ലെയർ, ഇപ്പോഴത്തെ സെലക്ടർ, എവിടെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഈ ടീം സെലക്ഷൻ്റെ അകത്ത് കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറങ്ങി പോടാ മോനെ എന്ന് പറയാൻ തോന്നുന്നത്.